എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ബാർ കോഴക്കേസ് ADGP ശങ്കർ റെഡ്ഡി അട്ടിമറിച്ചത് വിവരിച്ച് SP സുകേശന്റെ മൊഴി. കോടതിയിലെത്തിയത് തന്റെ റിപ്പോർട്ടല്ല. ശങ്കർ റെഡ്ഡി പെൻഡ്രൈവിൽ കൊണ്ടുവന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റെഡ്ഡിക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് പരിശോധനാ റിപ്പോർട്ട്. ജിഷ്ണുവിന്റെ മരണത്തിൽ നെഹ്റു കോളേജിന്റെ പീഡനം പറയാതെ പോലീസിന്റെ FIR. കോട്ടയം ടോംസ് കോളേജിന് നേരെ വിദ്യാർത്ഥി രോഷം അണപൊട്ടി. വിദ്യാർത്ഥികൾ ദുരിതം പരസ്യമാക്കുന്നത് വിലക്കി സാങ്കേതിക സർവകലാശാല. ദേശീയ സംസ്ഥാന പാതയാറത്തെ മദ്യശാല വിലക്കിയ ഉത്തരവിൽ ആർക്കും ഇളവില്ലെന്ന് സുപ്രീം കോടതി. മാഹിയിലെ മദ്യശാലകളുടെ ആവശ്യം തള്ളി. ഒരു സ്ഥലത്ത് ഇളവ് നൽകിയാൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമുയരും. ഇളവ് ഉത്തരവിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധം. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേനാ മേധാവി. വേണ്ടി വന്നാൽ മിന്നലാക്രമണം ഇനിയും നടത്തും. സൈനികരുടെ പരാതികൾ പരിഹരിക്കുമെന്ന് ബിപിൻ റാവത്ത്. ഫേസ്ബുക്കിലൂടെ ദുരിതം വിളിച്ചു പറഞ്ഞ് വീണ്ടും സൈനികർ. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പിളരുന്നു. ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾക്ക് പുതിയ സംഘടന. നാളെ കൊച്ചിയിൽ രൂപീകരണ യോഗം. 20 തിയേറ്റർ ഉടമകൾ കൂടി ഫെഡറേഷൻ വിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത പീഡനം നടക്കുന്നുവെന്ന പരാതികൾ ഉയർന്ന കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സാങ്കേതിക സർവകലാശാല സമിതിയുടെ പരിശോധന. രജിസ്ട്രാർ TP പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം കോളേജിലേക്ക് പ്രകടനമായി എത്തിയ SFI ABVP പ്രവർത്തകർ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അടിച്ചു തകർത്തു. ടോംസ് കോളേജിന്റെ ഹോസ്റ്റലിലും ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് നേരെ ശാരീരികവും മാനസികവുമായ പീഡനം നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് സാങ്കേതിക സർവകലാശാല സമിതി കോളേജിൽ തെളിവെടുപ്പ് നടത്തുന്നത്. പരാതി നൽകിയിരുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സംഘം മൊഴിയെടുക്കും. പരിശോധനയുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാകുക. തെളിവെടുപ്പ് നടത്തുന്നതിനിടെ കോളേജിലേക്ക് പ്രകടനമായി എത്തിയ SFI ABVP പ്രവർത്തകർ കോളേജിന്റെ ഓഫീസും ജനൽ ചില്ലകളും ക്ലാസ് മുറികളും അടിച്ചു തകർത്തു. സംഘം ചേർന്നെത്തിയ SFI പ്രവർത്തകർ കോളേജിന് പിറകിലൂടെ ഓഫീസ് റൂമിനുള്ളിൽ കയറിയാണ് പ്രധാന ഓഫീസുകളടക്കം അടിച്ചു തകർത്തത്. പ്രതിഷേധക്കാർ കോളേജിന്റെ ഭൂരിഭാഗവും അടിച്ചു തകർത്തു. ഇതിനിടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനവും ക്രൂര പീഡനവുമാണെന്ന് ആരോപിച്ച വിദ്യാർത്ഥികളും രംഗത്തെത്തി. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതാചാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലും മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല. ശുചിമുറി കഴുകുന്നത് മുതൽ അടുക്കളപ്പണി വരെ തങ്ങളാണ് ചെയ്യേണ്ടി വരുന്നതെന്നും പരാതിപ്പെട്ടാൽ മാനേജ്മെന്റ് മാനസിക രോഗികളാക്കി ചിത്രീകരിക്കുന്നതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം. മറ്റക്കര ടോംസ് കോളേജ്, ഒപ്പം മറ്റ് സ്വാശ്രയ കോളേജുകൾ, ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏതുവരെ? ഈ വിഷയത്തിൽ ശ്രീ അഫ്സൽ, അദ്ദേഹം ടോംസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ശ്രീമതി ബിന്ദു ദേവരാജ് മറ്റക്കര ടോംസ് കോളേജിലെ വിദ്യാർത്ഥിയുടെ അമ്മയാണ്. AM രോഹിത് KSU, ഷാജർ ഖാൻ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി, JS ഷിജു ഖാൻ SFI എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ അഫ്സൽ, ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകളാണ് മറ്റക്കര ടോംസ് കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കോളേജിൽ നടക്കുമോ എന്ന സംശയം സ്വാഭാവികമാണ്. ഈ മാധ്യമങ്ങളിൽ വരുന്നത്ര രൂക്ഷമായ പ്രശ്നം മറ്റക്കര ടോംസ് കോളേജിലുണ്ടോ? എങ്ങനെയാണ് ഒരു കലാലയത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുക? അഫ്സൽ. അഫ്സലിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഷാജർ ഖാൻ, നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടാവുക, പോലീസ് നടപടി ഉണ്ടാവുക തുടങ്ങിയവ ഈ ഘട്ടത്തിലില്ല. ഈ കോളേജിനെ കുറിച്ച് മുൻപ് പരാതി ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ പോലീസ് നടപടികളൊന്നും ഈ കോളേജിൻ്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിലായിട്ടില്ല. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ കോളേജ് അടിച്ചു തകർക്കുന്നു, സാങ്കേതിക സർവകലാശാല ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നു എന്നുള്ളത് ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വളരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ സമരരൂപം എന്തായിരിക്കണമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓരോ വിദ്യാർത്ഥി സംഘടനയും അല്ലെങ്കിൽ അധ്യാപക സംഘടനകളും പൊതുസമൂഹവും ഏത് രൂപത്തിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും അത് ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളായിരിക്കണം.
കാരണം ക്യാമ്പസിനെ ജനാധിപത്യവൽക്കരിക്കുക, ഈ സ്വാശ്രയ മേഖലയിൽ നടമാടുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് തടയിടണമെങ്കിൽ അതിശക്തമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം. ഈ ബിൽഡിംഗ് അടിച്ചു തകർക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം ഉണ്ടാകില്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഇവിടെ മറ്റക്കര ടോംസ് കോളേജിൽ നടന്നുകൊണ്ടിരുന്ന കഴിഞ്ഞ 2004 മുതൽ വന്നിട്ടുള്ള പരാതികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് ഞെട്ടലോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിനകം നടന്നിട്ടുള്ളത്. പരാതികളുടെ പ്രളയമാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര കേസുകളാണ് ഉള്ളത്, ഏതെല്ലാം രൂപത്തിലുള്ള കേസുകളാണ്. അത് ഫീസിൻ്റെ വർധനവിൻ്റെ കാര്യത്തിലും പിടിച്ചവരുടെ കാര്യത്തിലും മാത്രമല്ല, കുട്ടികൾക്കെതിരെ ശാരീരികവും മാനസികവും ആയിട്ട് നടത്തിയിട്ടുള്ള പീഡനങ്ങൾ, ലൈംഗികമായ പീഡനങ്ങൾ, അതിൻ്റെ എല്ലാം കഥകൾ ഇപ്പോൾ കുറേയേറെ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാതികളിന്മേൽ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളിന്മേൽ മാറി മാറി കേരളം ഭരിച്ച ഗവൺമെൻറ്റുകൾ നടപടി സ്വീകരിക്കാത്തത് വഴി ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പരിതാപകരമായ അവസ്ഥാവിശേഷത്തിലേക്ക് വന്നു ചേർന്നു. അഭിലാഷ് ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് പരാതിയൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ സമകാലികമായ പരാതി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസിന് ഏകദേശം 60ഓളം വിദ്യാർത്ഥികൾ, അവിടുത്തെ മൊത്തം വിദ്യാർത്ഥികളെയും വീടുകളിൽ പോകാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ വീടുകളിൽ പോകാൻ ആവശ്യപ്പെട്ട് കുട്ടികൾ മാനേജ്മെൻറ്റിനെ സമീപിച്ചപ്പോൾ വെക്കേഷൻ സമയത്ത് പോലും വീട്ടിൽ പോകാൻ കഴിയില്ല എന്ന് പറയുകയും ഇതൊരു റെസിഡൻഷ്യൽ കോളേജാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് കുട്ടികളെ അവിടെ പിടിച്ചിടുകയാണ് ചെയ്തത്. അവസാനം 60ഓളം കുട്ടികൾ അവിടെ നിന്ന് ചാടിപ്പോവുകയാണ് ഉണ്ടായത്. മറ്റു മാർഗമില്ലാതെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിലെ അന്വേഷണങ്ങളുടെയും പരാതികളുടെയും കാര്യമാണ് സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രോഹിത്, ഇങ്ങനെ ഒരു കോളേജ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലാണ് ഈ കോളേജിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതിനു മുൻപുള്ള 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആ സമയത്തും ഈ കോളേജിൽ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആശങ്കാകുലരായ രക്ഷിതാക്കൾ മുൻ മുഖ്യമന്ത്രിയെ, സ്ഥലം MLA കാണാൻ ചെന്നപ്പോൾ അവരെ കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നു. ഈ കോളേജിന് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന ആക്ഷേപമുണ്ട്. ശരിയാണോ? KSUവിന് ഇക്കാര്യത്തിലുള്ള നിലപാടെന്താണ്? അല്ല, ഇക്കാലത്ത് ഇതിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പാമ്പാടി സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, നെഹ്റു കോളേജ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഒറ്റപ്പെട്ട കോളേജോ ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ഒട്ടനവധിയായ കോളേജുകൾ ഇത്തരത്തിൽ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥി വിരുദ്ധ പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മറ്റു തരത്തിൽ പീഡനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് കോളേജുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ടോംസ് കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം വളരെ ഗൗരവമാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് പരിഹരിക്കപ്പെടണം. അതിൻ്റെ കുറ്റക്കാർക്കെതിരെ, ഇതിൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഉമ്മൻചാണ്ടി ഇവിടെ മണ്ഡലം എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയത്തിൽ രക്ഷിതാക്കളുടെ പരാതി വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാകും, ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും. അതിനർത്ഥം ഉമ്മൻചാണ്ടിക്ക് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ കേസ് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളോട് യോജിക്കാൻ ഒരു കാരണവശാലും KSUവിന് പറ്റില്ല. വളരെ കൃത്യമാണ്. സ്വാശ്രയ കോളേജുകളിൽ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കണം. പക്ഷേ സർക്കാർ ഈ വിഷയങ്ങളിലൊക്കെ ഒരു കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, ആദ്യം തൊട്ട് തന്നെ സർക്കാർ, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്വാശ്രയ മുതലാളിമാരുടെ കോഴ പറ്റിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്നൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് സ്വാശ്രയ കോളേജുകളുടെ ഫീസ് കൂട്ടേണ്ട എന്ന് പറഞ്ഞ സ്വാശ്രയ കോളേജുകൾക്ക് പോലും ഫീസ് കൂട്ടിക്കൊടുത്തൊരു ഗവൺമെന്റാണ്. അതുകൊണ്ട് തന്നെ സ്വാശ്രയ മുതലാളിമാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ. നമ്മുടെ വിഷയം സ്വാശ്രയ ഫീസ് അല്ല, സ്വാശ്രയ കോളേജുകളുടെ മുകളിൽ എങ്ങനെ നിയന്ത്രണം സാധ്യമാകും എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ബിന്ദു ദേവരാജ്, കോട്ടയത്തെ ടോംസ് കോളേജിൽ താങ്കളുടെ കുട്ടി പഠിക്കുകയാണല്ലോ. അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കും വിധം ഉള്ളവയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? എന്താണ് മകൾ വീട്ടിൽ വന്ന് പറയാറ്? ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ആ കോളേജിൽ നടക്കുന്നുണ്ടായിട്ട് നിങ്ങൾ അത് നടന്നോട്ടെ എന്ന് വെച്ചിരിക്കുകയാണോ? തീർച്ചയായും അല്ല. ഇങ്ങനെയൊരു പീഡനങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. കുട്ടികളെ മാനസികമായി അവിടെ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട്. വനിതാ ഹോസ്റ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സെക്യൂരിറ്റിയോ വാർഡനോ മറ്റു യാതൊരു സുരക്ഷിതത്വമോ ഇല്ലാത്തൊരു ഹോസ്റ്റൽ സംവിധാനമാണ് അവിടെ ഉള്ളത്. ആ ഹോസ്റ്റൽ സംവിധാനത്തിൽ ഞങ്ങൾ കുട്ടികളെ ആദ്യം കൊണ്ടുചെന്നപ്പോൾ തന്നെ ഞങ്ങളെ നല്ലൊരു കെട്ടിടം കാണിച്ചു തന്നിട്ട് അതിനകത്തു നിന്നും കുട്ടികളെ മാറ്റി വേറൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയർമാൻ
അവിടെ വരുമ്പോൾ ആ സമയത്ത് രാത്രി കാലങ്ങളിൽ കുട്ടികൾ ഹോസ്റ്റലിന്റെ റൂമിന്റെ ഇത് പൂട്ടിക്കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം. അങ്ങനെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ രക്ഷിതാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതിനകത്ത് പൂട്ടിക്കിടന്നാൽ കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടായാൽ ഞങ്ങൾ ഓടി വന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിരുപതായിട്ടുള്ളൊരു അർത്ഥമാണ് അവരെന്നെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടെ റിസപ്ഷൻ ഡ്യൂട്ടി പെൺപിള്ളേരെയാണ് ഏൽപ്പിക്കുന്നത്. ചെയർമാൻ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ ചെയർമാന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അവിടെ വലിയൊരു ഇതായിട്ട് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പുള്ളിക്ക് ചായ കൊണ്ടു കൊടുക്കുക, ചായ കുടിച്ച ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കുക, അവിടെ പത്രം വന്നിട്ടുണ്ടെങ്കിൽ പത്രം കൊണ്ടു കൊടുത്ത് വായിക്കാൻ കൊടുക്കുക, അങ്ങനെയുള്ള പുള്ളിയുടെ ചെയർമാന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പെൺകുട്ടികൾ ചെയ്തു കൊടുക്കണം എന്നതാണ് അവിടെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. ആൺകുട്ടികൾക്ക് റിസപ്ഷൻ ഡ്യൂട്ടി ഇല്ല. അതുപോലെ തന്നെ ചെയർമാന്റെ പരിധിയിൽ നിൽക്കുന്ന സീനിയർ പെൺകുട്ടികളെ കൊണ്ട് പ്രാർത്ഥനാ സമയത്തും ആഹാരം കഴിക്കുന്ന സമയത്തും ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും നിങ്ങളെ ഞങ്ങൾ ശരിയാക്കി കളയും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാനസികമായ ഒരു വളരെയധികം പീഡനം അനുഭവിക്കുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ പെൺകുട്ടികൾ കഴിയുന്നത്. അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം പെൺകുട്ടികളുടെയും രക്ഷകർത്താക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ടോം സാർ അവിടെ നടത്തുന്ന ക്രൂരമായ ഈ വിനോദങ്ങൾക്ക് ഒരു അറുതി വരുത്തി സർക്കാരും യൂണിവേഴ്സിറ്റിയും അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് ഈ ടോം സാറിനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണെങ്കിലും ഇത് തന്നെയാണ്. പല കുട്ടികളും ഞങ്ങളോട് വന്ന് പരാതി പറഞ്ഞു, മുസ്ലിം കുട്ടികൾക്ക് അവിടെ നിസ്കരിക്കാൻ അവസരം കൊടുക്കുന്നില്ല, അവരോട് പറഞ്ഞ് നിങ്ങളുടെ ബെഡിൽ കയറി നിസ്കരിച്ചോളൂ, നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന ആൺകുട്ടികളെ നിങ്ങൾ മോസ്ക് പണിയാൻ വന്നതാണോ, തീവ്രവാദികളാണ് എന്നിങ്ങനെയുള്ള ആക്ഷേപകരമായ രീതികളിലാണ് സാർ അവിടെ ഇടപെടുന്നത്. അവിടുത്തെ വാർഡൻ, ആൺകുട്ടികളുടെ വാർഡൻ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ തന്നെയാണ്. ആ ആള് വളരെ രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത്. ശ്രീമതി ബിന്ദു ദേവരാജ്, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ആളുകൾക്കെല്ലാം അറിയാം, നാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിത് നേരത്തെ അറിയാമല്ലോ. മകളെ കോളേജിൽ അയക്കുന്നത് പഠിക്കാനാണ്. അങ്ങനെയുള്ള ഒരു കോളേജിൽ റിസപ്ഷൻ ഡ്യൂട്ടി എന്തിനു ചെയ്യിക്കുന്നുവെന്ന് നിങ്ങൾ ചോദിക്കേണ്ടേ? ചെയർമാന് ചായ കൊടുക്കുക, ചെയർമാൻ്റെ റൂം ക്ലീൻ ചെയ്യുക, ചെയർമാന് പത്രം കൊണ്ടു കൊടുക്കുക, ഇതൊന്നും അവിടെ പഠിക്കേണ്ട വിദ്യാർത്ഥികളുടെ ഡ്യൂട്ടി അല്ലല്ലോ, അവരുടെ ജോലിയല്ലല്ലോ, അവർ പഠിക്കാനാണ് പോകുന്നത്. ഇന്ന് മാത്രമല്ല, വളരെ സുരക്ഷിതം എന്ന് കരുതി നിങ്ങൾ കുട്ടികളെ അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ വനിതാ ഹോസ്റ്റലിൽ രാത്രി ചെയർമാൻ വന്ന് ഇൻസ്പെക്ഷൻ നടത്തേണ്ട എന്ത് കാര്യമുണ്ട്? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവിടെ? തീർച്ചയായും ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുന്ന സമയത്ത് പറയുന്നത്, നിങ്ങളുടെ എല്ലാ സ്കൂളുകളിലും നടക്കുന്ന ഒരു രീതികളിലാണ് ഞങ്ങളോട് നിയമപരമായ യാതൊരു കാര്യം അല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും നമ്മൾ രക്ഷിതാക്കൾ ചോദിക്കാൻ തന്നാൽ പാപമാന്യമായ രീതിയിൽ അവരോട് പറയാൻ പറ്റത്തില്ലാത്തതാണ്. എനിക്കിപ്പോൾ പരസ്യമായി ഇവിടെ പറയാൻ പറ്റത്തില്ലാത്ത വാചകങ്ങൾ അമ്മമാരോട് സംസാരിക്കുകയും മറ്റുമാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 2.5 മാസത്തോളം അവധി കൊടുക്കാതിരുന്നതിന് ശേഷം കുട്ടികൾ സ്വന്തം ഇഷ്ടത്തിന് അവിടെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 3000 രൂപ പിഴയടയ്ക്കാതെ അവരെ ഹോസ്റ്റലിനകത്ത് കയറ്റി കയറാൻ ഇത് വന്നപ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾ ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ ഒരു അമ്മയോട്, ഒരു വിദ്യാർത്ഥിയുടെ അമ്മയോട് ഈ ടോം എന്ന് പറയുന്ന ആള് വളരെ നിഷ്ക്രൂരമായി, അത് ഒരു മാന്യതയും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ് പെണ്ണുപിള്ളെ, നിങ്ങളെ വല്ല മുള്ളുമുരിക്കലും കൊണ്ട് കയറ്റുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളെ കൂട്ടി അപഘാതമായ രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. പ്രതിഭ എന്നൊരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അപകടം, നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഉണ്ടാകും എന്നുള്ളത് ഇതിന് കൃത്യമായിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു തരത്തിലും ടോം എന്ന് പറയുന്ന വ്യക്തി അവിടെ സ്വേച്ഛാധിപതിയായി വാഴുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറലോകം അറിയണം എന്നുള്ള ഒരൊറ്റ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനിറങ്ങി തിരിച്ചത്. ശരി, വ്യക്തമാണ് ആ നിലപാട്. ആ നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ശ്രീ ഷിജു ഖാൻ, ഈ പറയുന്ന മറ്റക്കര ടോംസ് കോളേജ് അസർബൈജാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒന്നുമല്ല, കേരളത്തിലാണ് എന്നുള്ളത് അത്ഭുതകരമാണ്. ഒരു കോളേജ് കെട്ടുക, എന്നിട്ട് അതിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുക, വിദ്യാർത്ഥികളെ ക്രൂരമായ ഇത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വിധേയമാക്കുക എന്നുള്ളത് അമ്പരപ്പിക്കുന്നതാണ്. ഒരു കോളേജാണ്, അവരുടെ ഇഷ്ടത്തിന് ചെയ്തു കൊള്ളട്ടെ എന്ന് പറയാവുന്ന, എന്ന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ അലംഭാവവും നിസ്സംഗതയും പുലർത്തുന്നത്? കോട്ടയത്തെ ടോംസ് കോളേജിൽ, മറ്റക്കര ടോംസ് കോളേജിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെ ആകെ ഞെട്ടിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരത്തിന് യോജിക്കാത്ത വിധം
ഒരു കോളേജ് ഉടമസ്ഥൻ്റെ സർവ്വ ലീലാവിലാസങ്ങൾക്കും കേന്ദ്രമായി മാറുന്ന ഒരു സ്ഥാപനമായത് മാറിയിരിക്കുന്നു. നിരവധി പരാതികൾ ആ കോളേജിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്നു. UDFിൻ്റെ ഭരണകാലത്ത് ആ കോളേജിന് വിശ്വേശ്വരയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ആ സ്ഥാപനത്തിന് അഫിലിയേഷൻ കൊടുക്കുന്നു. ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾക്കെല്ലാം മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നു. അങ്ങനെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്തുണ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞല്ലോ ഇത് മറ്റൊരു രാജ്യത്തുമല്ല, ഇത് ഇന്ത്യയിലാണ്, ഇത് കേരളത്തിലാണ് എന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിരവധി കോളേജുകൾ, നിരവധി സ്വാശ്രയ കോളേജുകളിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള കുട്ടികളോടുള്ള ശാരീരിക പീഡനങ്ങളുടെ, മാനസിക പീഡനങ്ങളുടെ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ യോജിച്ച പ്രതിഷേധമുണ്ടാകണം, മാധ്യമങ്ങളുടേതുണ്ടാകണം. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശക്തമായി, SFI ഉൾപ്പെടെ ശക്തമായ പ്രതിരോധം തന്നെയാണ് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ നെഹ്റു കോളേജിനെതിരായി നടന്ന പ്രതിഷേധം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊള്ളേണ്ടുന്ന കൃത്യമായ ഇടപെടൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായി ഇത്തരം സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്ക് വേണ്ടി കമ്മിറ്റിയെ നിയോഗിക്കുകയും സാങ്കേതിക സർവകലാശാല ഓംബുഡ്സ്മാനെ നിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കോടതികൾ, അഭിലാഷ്, ഞാൻ നിങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കോടതി. കഴിഞ്ഞ ഒരു മാസം മുമ്പ് സ്വാശ്രയ കോളേജുകൾക്ക് ഇനി സർവകലാശാലകൾ അഫിലിയേഷൻ കൊടുക്കേണ്ടതില്ല എന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോൾ ഗവൺമെന്റ് കോടതികൾ, ഹൈക്കോടതി ആ തീരുമാനത്തിനെതിരെ അഭിപ്രായം പറയുകയാണ്, വിധി പുറപ്പെടുവിക്കുകയാണ്. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഷിജു ഖാൻ, ശ്രീ അഫ്സൽ, അദ്ദേഹം ഈ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ശ്രീ അഫ്സൽ, താങ്കൾ ഒരു മാസം മുൻപ് പഠനം തന്നെ ഉപേക്ഷിച്ചു, ഈ കോളേജിലെ അധ്യയനം തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കാരണം? അവിടെ എന്താണ് നടക്കുന്നത് ആ കോളേജിൽ? അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ 2 ദിവസമായി മാധ്യമങ്ങൾ കാണുന്നതാണ്. നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഞങ്ങൾ പ്രതികരിച്ചു പോയാൽ, നിങ്ങൾ ഇടിമുറിയെപ്പറ്റി നിങ്ങൾ കേട്ടു, നിങ്ങൾ തെറിമുറിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ സമൂഹമേ? ഞങ്ങളുടെ ചെയർമാന്റെ ക്യാബിനാണ് അവിടുത്തെ തെറിമുറി. എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അവിടെ വിളിച്ചുകൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. നിങ്ങൾ വേണ്ടേ അവിടുന്ന് കിട്ടിയ കുറച്ച് റെസിപ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതെന്താണിത്? കുറച്ച് തുണ്ട് പേപ്പറിനകത്ത് സീൽ ചെയ്തിട്ട് 5000-ന്റെയും 4000-ന്റെയും ഒക്കെ ചീട്ട് തരുന്നു. ഇതെന്തിനാണ് വാങ്ങിക്കുന്നത്? ഇതിനകത്ത് എന്തിനാണെന്ന് പോലും എഴുതിയിട്ടില്ല. ഇതെവിടെയാണ് ഇത് സംഭവിക്കുക? ഈ ചെയർമാനെ മാനസിക പീഡനം തീരെ സഹിക്കാൻ വയ്യപ്പോഴാണ് എന്നെ പോലുള്ള കുറച്ച് പേര് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. അവിടെ രാത്രി കാലങ്ങളിൽ 12 മണിക്ക് ശേഷം ചെയർമാൻ ഹോസ്റ്റലിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി കിടക്കുന്ന സ്റ്റുഡൻസിന്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു. എന്നിട്ട് കട്ടിൽ തമ്മിൽ കൂട്ടിയിട്ടാൽ പറയും, നിന്റെയൊക്കെ മറ്റേ പണി ഇവിടെ നടക്കത്തില്ലെന്ന്. അയാൾ എന്താണ് മറ്റേ പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്? അത്രത്തോളം വളരെ നീചകരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. 1 മിനിറ്റ് താമസിച്ചു പോയാൽ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിയോട് പറഞ്ഞതാണ് പോയി കക്കൂസും കുളിമുറിയും കഴുകിയിട്ട് വരാൻ. ഇതെവിടെ നടക്കും? കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നടക്കൂ ഇങ്ങനെ കാര്യങ്ങൾ? ഈ ടോംസിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഇതിനു മുമ്പ് ഉള്ളവർ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അവരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന വിദ്യാർത്ഥി സംഘടനകൾ വളരെയധികം നന്ദിയുണ്ട്. ഇത്തരത്തിൽ ഈ ടോമിൽ മാത്രമല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിലുള്ള 120-ൽ പരം സ്വാശ്രയ കോളേജുകളുടെയും അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ശരി, കേരളത്തിലെ ആകെ സ്വാശ്രയ കോളേജുകളുടെ പ്രതിനിധിയായി, അതിലെ ഒരു കേസ് സ്റ്റഡിയായി നമുക്ക് ടോംസിലെ കാര്യം എടുക്കാം. ശ്രീ ഷാജർ ഖാൻ, മറ്റക്കര ടോംസിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, അവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, ആത്മഹത്യാശ്രമം, എന്തിന് കൊലപാതകം പോലും, കൊലപാതകം എന്നുദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥിനി അത്തരത്തിൽ അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്, വയനാടുകാരിയായ ഒരു കുട്ടി. ഈ നിലയ്ക്ക് ഒരു കോളേജിലേക്ക് അയച്ചാൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഉതകുന്ന സാഹചര്യം എന്നുള്ളത് ഭീഷണമാണ്, ഭയാനകമാണ്. ആ നിലയ്ക്കൊരു സ്വാശ്രയ കോളേജ് നമ്മുടെ സംസ്ഥാനത്ത് കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു കോളേജിൻ്റെ ഉദാഹരണമല്ലതാനും. പല കോളേജുകളിലും ഇമാതിരി തെറിമുറികളും ഇടിമുറികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, കൊലാലയങ്ങളാകുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ മുൻപിലുള്ള, നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത്. അദ്ദേഹം ആ കോളേജിൽ നിന്ന് പഠിച്ചതിന് ശേഷം പിന്നെ പഠനം വേണ്ട എന്ന് കരുതി പഠനം ഉപേക്ഷിച്ച ആളാണ്. അപ്പോൾ ഈ നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു നിയന്ത്രണം വരാത്തത്? എന്തുകൊണ്ടാണ് ഈ കോളേജ് നടത്തിപ്പുകാർ ഒരു ബുദ്ധിമുട്ടും നേരിടാത്തത്?
അല്ല, കഴിഞ്ഞ 10-15 വർഷക്കാലമായി കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ നടന്നുകൊണ്ടിരിക്കുന്ന നഗ്നമായ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഒടുവിലത്തെ കഥകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കഥകൾ, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് സ്വാശ്രയ സമ്പ്രദായം വരുന്ന സമയത്ത് തന്നെ, ഇത്തരം കോളേജുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വന്നു ചേരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ വന്നു ചേർന്ന സന്ദർഭത്തിൽ പോലും എന്താണ് നമ്മളുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാടുകൾ ഇത്തരം കാര്യങ്ങളിൽ? ഇപ്പോൾ ടോംസിനെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അവിടെ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല. നെഹ്റു കോളേജിലെ ആ ജിഷ്ണുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി PK കൃഷ്ണദാസിനെയോ മറ്റാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല, ഒരു FIR പോലും ഇട്ടിട്ടില്ല. അപ്പോൾ LDF ഗവൺമെൻറ് ആകട്ടെ UDF ഗവൺമെൻറ് ആകട്ടെ ഇത്തരം കുറ്റകരമായ കാര്യങ്ങൾ, ഇത്രയും വലിയ കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അവരുമായി ഇന്ന് ചർച്ച നടത്തുകയാണ് ഗവൺമെൻറ്. എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവരെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന കേസുകളിൽ ഇതിൽ നിരവധി പ്രതികളുണ്ട്. പ്രതികളായിട്ടുള്ള മാനേജർമാരെയും ബന്ധപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് വേണ്ടത്. നീതിപീഠത്തിന് മുമ്പാകെ കൊണ്ടുവരികയാണ് വേണ്ടുന്നത്. അത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ UDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് ഈ ടോംസ് കോളേജിലെ പരാതികളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് എന്തിന് അവിടെ ശ്രീ L രാജൻ പിന്നെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റി ഒരു ക്രൈംബ്രാഞ്ച് കമ്മീഷൻ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ അക്കമിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, 2, 3, 4 കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള, അതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 മെയ് 26-ാം തീയതി അന്നത്തെ DIG ആയിരുന്ന ശ്രീമാൻ ശ്രീജിത്ത് അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ശ്രീമാൻ രാജേന്ദ്രനോട് ആവശ്യപ്പെട്ടു ഈ ടോം ജോസഫിനെ അറസ്റ്റ് ചെയ്യാൻ. പക്ഷേ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരിച്ചു പോന്നു. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ തലത്തിൽ, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ തലത്തിലുണ്ടായിട്ടുള്ള ഒരു ഇടപെടലാണ് എന്ന കാര്യം നമ്മൾ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ 2017 ഈ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ LDF ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, ഇനി സ്വീകരിക്കാൻ പോകുന്നത്? നെഹ്റു കോളേജിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്, സമാനമായ സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓംബുഡ്സ്മാനെ സർവകലാശാല നിയോഗിക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുന്നു, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അവിടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. ഇതൊന്നും പോരല്ലോ. ഇതൊക്കെ ഒരു കൊലപാതകം പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ആ വിധത്തിലുള്ള ശക്തമായ നടപടികൾ കൂടി വരണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇനി ഭാവിയിലെങ്കിലും മറ്റു കോളേജുകളിലെങ്കിലും, മറ്റ് നിരവധി കോളേജുകളിൽ ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തടയിടാനെങ്കിലും നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരം കോളേജുകളിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങളിൽ നടപടിയെടുക്കേണ്ടതല്ലേ? നടപടിയെടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീ രോഹിത്, മറ്റക്കര ടോംസിന് എങ്ങനെയാണ് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നത്? കാരണം ഇപ്പോൾ നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റക്കര ടോംസിലെ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചതാണ്. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പുറത്തേക്ക് അറിയായകയല്ല. അതേക്കുറിച്ച് പരാതി ഇല്ലാതിരിക്കുന്ന സാഹചര്യമല്ല, പരാതികളുണ്ട്. രക്ഷിതാക്കൾ ആ പരാതി ആവർത്തിച്ചുന്നയിക്കുകയാണ് ചാനൽ ചർച്ചകളിലടക്കം. പക്ഷേ ഇത്തരത്തിലുള്ള പരാതികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ DIG തലത്തിൽ ഉത്തരവുണ്ടായിട്ട് പോലും അത് നടന്നിട്ടില്ല എന്ന് ശ്രീ ഷാജർ ഖാൻ ഇവിടെ ഡേറ്റ് സഹിതം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഈ കോളേജിന് കുട പിടിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന ചോദ്യം വളരെ 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 പ്രസക്തമാണ്. രോഹിത്, ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഷിജു ഖാൻ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കാര്യം പോകട്ടെ, ഇപ്പോൾ നെഹ്റു കോളേജിൽ ഒരു സംഭവം നടന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രഥമ വിവര റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോളേജിൽ നടന്ന പരീക്ഷയിൽ കോപ്പിയടിച്ചത് ഇൻവിജിലേറ്റർ കണ്ടുപിടിച്ചതിലുള്ള മനോവിഷമത്തിൽ സ്വയം മരിക്കണമെന്ന ഉദ്ദേശത്തിലും കരുതലോടും കൂടി ഹോസ്റ്റൽ ബാത്റൂമിൽ തോർത്തുമുണ്ടിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ട് കൂട്ടുകാർ കെട്ടഴിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി മരണപ്പെട്ടു. വളരെ കൺക്ലൂസീവായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനുശേഷമാണ് അന്വേഷണം. ഒരു പ്രഥമ വിവര റിപ്പോർട്ടിൽ ഇത്ര യുക്തിഭദ്രമായി, ഇത്ര തീരുമാനിച്ചുറപ്പിച്ച് ഒരു കാര്യം എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനുശേഷമാണ് അന്വേഷണം. ഈ വിഷയത്തിൽ ഈ കോളേജ് അധികൃതർക്ക് എതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ളത് പോകട്ടെ, അവർ യാതൊരു ബുദ്ധിമുട്ടും ഇതേവരെ നേരിടേണ്ടി വന്നിട്ടില്ല. കണ്ണിൽ പൊടിയിടാനായി അവരുടെ 3 സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നാൽ, കോളേജുകളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് സ്ഥിതി.
അഭിലാഷ്, ഗവൺമെന്റ് ശക്തമായി നടപടിയെടുക്കുകയും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള കർശനമായ നിലപാടുമായി മുന്നോട്ട് പോകണം എന്നാണ് SFIയും DYFIയും ആവശ്യപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നടന്ന നെഹ്റു കോളേജിൽ നടന്ന വിഷയത്തെ സംബന്ധിച്ച്, ആത്മഹത്യയെ സംബന്ധിച്ച് അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ പിന്നെ സാങ്കേതിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ പിന്നെ ഓംബുഡ്സ്മാനെ കോളേജുകളിലേക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചത്. അതേപോലെ തന്നെ ഉന്നതാധികാര ഒരു കമ്മിറ്റിയെ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ചത്. പിന്നെ പോലീസിന്റെ അന്വേഷണം, പ്രത്യേകമായിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടന്നു വരികയാണ്. അതിന്റെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ച ശേഷമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ UDFും LDFും ഒരുപോലെയാണ് ഇത്തരം കോളേജുകളെ സമീപിക്കുന്നത് എന്ന ഷാജർ ഖാന്റെ ആരോപണത്തിലൊന്നും ഒരു കഴമ്പുമില്ല. UDFിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അന്വേഷണം വഴിമുട്ടിയ ഒരു സംഭവമാണ് മറ്റക്കര ടോമിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത്. ആ മറ്റക്കര ടോംസ് കോളേജിൽ നടന്നിട്ടുള്ള പിന്നീട് സംഭവങ്ങൾ, അതിനെ ആക്ഷേപങ്ങൾ, അതിനെ സംബന്ധിച്ച പരാതികൾ, അത് വളരെ ഗുരുതരമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് ഇനിയും പരിഗണിക്കണം, അത് അടിയന്തരമായി നടപടി സ്വീകരിക്കണം. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ നെഹ്റു കോളേജ്, ഇത് ആർക്കാണ് നെഹ്റു കോളേജിനോട് വിധേയത്വം? സംസ്ഥാന ഗവൺമെന്റ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. ശക്തമായ നടപടി ഇനിയും സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മനസ്സിലാകുന്നില്ല. എന്നിട്ട് എന്തിനാണ് പോലീസ് ഇങ്ങനെ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്? ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണ് എന്ന് മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾക്ക് വ്യാപകമായ ആക്ഷേപമുണ്ട്. അതവർ തുറന്നു പറയുന്നുണ്ട്. ഇത് ഇത് കോപ്പിയടിയെ തുടർന്നുള്ള ഒരു മരണമല്ല എന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തലാണ്. അത് വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടിയുടെ വീട്ടിൽ പോയി ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് അത് ബോധ്യമില്ലല്ലോ. അത് പോലീസിന് ആ വിഷയത്തിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താങ്കൾ ഉന്നയിക്കപ്പെട്ടതുപോലുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും ഗവൺമെന്റ് പരിഗണിക്കണം. പ്രത്യേകമായ അന്വേഷണ സംഘത്തെയാണല്ലോ നിയോഗിച്ചത് അന്വേഷണം നടത്താൻ. പിന്നെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞു കോപ്പിയടി അല്ല, മാൽ പ്രാക്ടീസ് അല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനത്തിന് ശേഷമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, ആത്മഹത്യക്ക് വിധിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ആ പ്രസ്താവനയ്ക്ക് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. പോലീസ് കർശനമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും നടത്തണം. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത അന്വേഷണമായിരിക്കണം ഗവൺമെന്റ് നടത്തേണ്ടത്. പിന്നെ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനോടകം പരിശോധന പിന്നീട് സാങ്കേതിക സർവകലാശാല നടത്തി. ഗവൺമെന്റ് അതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. അതുകൊണ്ട് അഭിലാഷ്, താങ്കൾ കരുതും പോലെ ഈ കേസ് ദുർബലപ്പെടുകയില്ല. ഈ കേസിലെ പ്രതികളെ പിടിക്കും. ഈ സ്ഥാപനത്തിലെ മാത്രമല്ല, സർവകലാശാലയ്ക്ക് കീഴിലെ കേരളത്തിലെ ഇത്തരം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന മുഴുവൻ സ്ഥാപനങ്ങളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ശ്രീ രോഹിത്, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, പക്ഷേ സാങ്കേതിക പ്രശ്നം മൂലം താങ്കൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നുണ്ട് ഇവിടുത്തെ സ്വാശ്രയ കോളേജുകൾക്ക്. രാഷ്ട്രീയ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് അവിടെ നിർബാധം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റക്കര ടോംസിനെ സംബന്ധിച്ച് അവിടേക്ക് പോലീസ് ചെയർമാനെ അറസ്റ്റ് ചെയ്യാൻ നീങ്ങിയപ്പോൾ പോലും അത് തടയപ്പെട്ടു എന്നിവിടെ സൂചിപ്പിക്കുന്നു. ആര് തടഞ്ഞു? അല്ല, രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ വസ്തുതയാണല്ലോ പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി മരണപ്പെട്ടതിന് ശേഷം വന്നിരിക്കുന്ന FIR ദുർബലപ്പെട്ടില്ലേ? ഇവിടെ ടോംസുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ വളരെ കൃത്യമാണ്. അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുതയിൽ നിന്ന് കാര്യങ്ങളെ വിടരുത്. ടോംസ് അല്ല, കേരളത്തിലെ ഏത് സ്വാശ്രയ കോളേജുകളിലും വിദ്യാർത്ഥി വിരുദ്ധ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഇവിടെ ഈ സർക്കാർ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് അകത്ത് നടപടി സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ SFI ഇതിന്റെ വിഷയത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞ എന്താ, നെഹ്റു കോളേജിലെ മരണം അത് ആത്മഹത്യയല്ല കൊലപാതകം ആണെന്നാണ്. ഇപ്പൊ FIR വന്നിരിക്കുന്നല്ലോ, കൊലപാതക കുറ്റത്തിന് കേസെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ അതൊന്നും ചെയ്യാതെ വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ് ടോംസ്. അവിടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളും പരാതി ഉന്നയിച്ചപ്പോൾ
അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാകും. അതിന് ഇത് കേസ് അട്ടിമറിക്കാനാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കൂടെയാണ് UDFന്റെ ഗവൺമെന്റ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് സ്വാശ്രയ കോളേജുകളിൽ നിലനിൽക്കുന്ന മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പീഡനത്തിന്റെ ആ ഒരു വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യരുതെന്നാണ് KSUവിന് പറയാനുള്ളത്. വളരെ കർശനമായ നടപടി കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകണം. നേരത്തെ ഇവിടെ ഒരു മാതാവ് പറഞ്ഞു അവരുടെ കുട്ടികൾ അനുഭവിക്കേണ്ടി വന്ന സംഘടനകളെക്കുറിച്ച്. അതിനൊക്കെ കൃത്യമായി പരിഹാരം ഉണ്ടാകണം. ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു മാർഗരേഖ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം. നമുക്കറിയാം ശരി, പല അത് വേണം. തുടരാം ശ്രീ രോഹിത്. അതിനു മുൻപ് ശ്രീമതി ബിന്ദു ദേവരാജ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇതേവരെ ഒരു വലിയ പൊതു ശ്രദ്ധയിലേക്ക് വരാത്തത് എന്നുള്ളത് തീർച്ചയായും സങ്കടകരമാണ്. ഇപ്പോൾ പക്ഷേ കേരളമാകെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലെങ്കിലും മനുഷ്യാവകാശങ്ങൾ ആ കുട്ടികൾക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടല്ലോ. ഇന്നിപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ രജിസ്ട്രാർ കോളേജിൽ പരിശോധനയ്ക്കെത്തി. പക്ഷേ മൊഴി കൊടുക്കുന്നതിൽ നിന്ന് പെൺകുട്ടികളെ തടയാൻ പരമാവധി ശ്രമം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം ഇനി നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു? ടോംസ് കോളേജ് ഇതുവരെ പ്രവർത്തിച്ചതുപോലെ ഇനിയും പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന നിലപാടില്ലല്ലോ. ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഈ കോളേജ് പൂട്ടി തന്നെ കിട്ടണം. ഈ ചെയർമാൻ ഇനിയും അവിടെ സ്വേച്ഛാധിപതിയായി കാണാൻ കുട്ടികൾ ഒരു നെഹ്റു കോളേജിൽ ഉണ്ടായ ഒരു ജിഷ്ണുവിന്റെ മൃതദേഹം പോലെ അനവധി ജിഷ്ണുമാരുടെ മൃതദേഹം അവിടെ കാണേണ്ടി വരും. അതുകൊണ്ട് ടോം സാറിന്റെ ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്ന് തന്നെ രജിസ്ട്രാർ വന്ന യൂണിവേഴ്സിറ്റി ഞങ്ങൾ പരാതി കൊടുത്തതിനനുസരിച്ച് രജിസ്ട്രാർ വന്ന് അന്വേഷണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷകർത്താക്കളെല്ലാം എല്ലാവരും മൊഴി കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട്. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വിടും. എന്തായാലും ടോം സാറ് ഇവിടെ നിന്ന് രാജിവെച്ച് ഈ കോളേജ് പൂട്ടുന്നത് വരെ ഞങ്ങൾ സമരം തുടരും. രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. യാതൊരു കാരണവശാലും പിന്നോട്ടില്ല. ഈ ഇതിനൊരു അന്ത്യം കാണുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്ത് തന്നെ വന്നാലും ഈ രക്ഷകർത്താക്കൾ ഒന്നിച്ച് തന്നെ നിൽക്കും. അതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശ്രീമതി ബിന്ദു ദേവരാജ്, ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കുട്ടി കോളേജിലെത്തിയപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാവിനും ആ കുട്ടിക്കും വളരെ മോശം അനുഭവം നേരിട്ടതിനെ തുടർന്നാണത് എന്ന് ആ കുട്ടി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമാനമായ അനുഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അത് ആത്മഹത്യാ ശ്രമങ്ങളിലേക്കും മറ്റ് ദാരുണമായ സംഭവങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏത് തലങ്ങളിലാണ് നിങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളത്? സ്ഥലം MLA ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം രക്ഷിതാക്കൾ പോയിരുന്നു. അതിനു മുൻപ് യൂണിവേഴ്സിറ്റി തലത്തിൽ ഇക്കാര്യം പരാതിപ്പെട്ടിട്ടുണ്ടോ? പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കോട്ടയം SP പരാതി കൊടുത്തു. യൂണിവേഴ്സിറ്റി KT യൂണിവേഴ്സിറ്റി ചെന്ന് അവിടെ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. VC പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തു. എല്ലാ തലങ്ങളിലും ഞങ്ങൾ സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ പലരും കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വിടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. എന്നോട് അഡ്മിഷൻ സമയത്ത് മേടിച്ച ഫീസിന് ഉപരി പുറകെ ഇങ്ങോട്ട് വീണ്ടും ഫീസ് കൊണ്ടു തരണമെന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്റെ കുട്ടിയെ ഭീഷണിപ്പെടുത്തി 20,000 രൂപ അവസാനം കൊടുത്തില്ലെങ്കിൽ പരീക്ഷ എഴുതിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം സർക്കാർ തലത്തിൽ നിന്നും ഒരു പരിഹാരം കാണണം. അതിന് ഞങ്ങൾ എല്ലാ രക്ഷകർത്താക്കളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അവരെ നല്ല രീതിയിലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. തുടരണം. ശ്രീ ഷിജു ഖാൻ, സർക്കാരിന് മുൻപിൽ ഇവരുടെ ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അഫ്സൽ ഇവിടുത്തെ ഫീസ് വാങ്ങുന്ന ചില റെസീറ്റുകൾ ഉയർത്തി കാണിച്ചുവല്ലോ. അത് വെറും കടലാസാണ്, അതിലൊരു സീലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഏതിനത്തിലാണ് ഈ പണം പിടുങ്ങുന്നത് എന്നത് സംബന്ധിച്ച് ഒരു ധാരണയുമില്ല. ഒരു കോളേജിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു അക്കാഡമിക് ഇയറിൽ ഫൈനായി മാത്രം പിരിക്കുന്നത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ആ ഫൈനിൻ്റെ എമൗണ്ട് ഓരോ അക്കാഡമിക് ഇയറിലും വർദ്ധിച്ച് വരികയാണ്.
മുടി ചീകുന്നത് ശരിയായില്ലെങ്കിൽ 300 രൂപ ഫൈൻ, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം നോക്കിയാൽ 500 രൂപ ഫൈൻ, ഈ തരത്തിലാണ് ഫൈൻ. അപ്പോൾ ഓരോ കോളേജുകളിലും അധ്യാപകർക്കും വകുപ്പ് മേധാവികൾക്കുമൊക്കെ ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇത്രയും കളക്ഷൻ വേണം എന്നുള്ള നിലയിൽ ഈ തരത്തിലുള്ള സാമ്പത്തിക ചൂഷണവും നടക്കുന്നുണ്ട് ഈ സ്വാശ്രയ കോളേജുകളിൽ. സർക്കാരിനൊന്നും ചെയ്യാനില്ലേ? യഥാർത്ഥത്തിൽ ഈ സ്വാശ്രയ കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം നിങ്ങൾ പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെ വലിയ കമ്പോളവൽക്കരണമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം സാമ്പത്തിക ചൂഷണം തന്നെയാണ്. ഒന്ന്, ഫീസ് വർധനവിന്റെ പേരിൽ നടത്തുന്ന ഒരു സാമ്പത്തിക ചൂഷണമുണ്ട്. രണ്ട്, എൻ്റെ സുഹൃത്ത് അഫ്സൽ ഉയർത്തിക്കാട്ടിയതുപോലെ രേഖകളില്ലാത്ത വെറും കടലാസുകൾ, അതിൽ ആധികാരികമായ ഒന്നും ഉണ്ടാവില്ല. ഫൈൻ തുക മാത്രമേ ഉണ്ടാവൂ, 5000, 10000 ഒക്കെ ഫൈൻ തുക മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള പണം പിരിക്കൽ, ഇത് സർവകലാശാല ചട്ടമല്ല, ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും നിയമമല്ല. ഇത് കോളേജുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന അലിഖിതമായിട്ടുള്ള ചില നിയമങ്ങൾ, അതിന്റെ പേരിലാണ് ഈ പണപ്പിരിവ് നടത്തുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ ക്രൈമാണ്. കേരളത്തിലെമ്പാടുമുള്ള സ്വാശ്രയ കോളേജുകൾ മാത്രമല്ല, പ്രൈവറ്റ് സ്കൂളുകൾ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന അനധികൃതമായിട്ടുള്ള പണം, ഇത് ഫിനാൻഷ്യൽ ക്രൈമായി നമ്മൾ കാണാൻ തയ്യാറാകണം. രക്ഷിതാക്കൾ ഇതിനെ സംബന്ധിച്ച പരാതി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധപ്പെടുത്തണം. പിന്നെ നിങ്ങൾ ചോദിച്ചില്ലേ, എല്ലാത്തിനും മുകളിൽ ഇത്തരം കോളേജുകൾ വളരുന്നുണ്ടോ? നമ്മൾ തുറന്ന് ചർച്ച ചെയ്യണം. ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ കുറെ കാലമായി സർവകലാശാലകൾ അവരുടെ അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ അധികാരം ഉപയോഗിക്കുന്നുണ്ടോ? അത് വളരെ തുറന്ന് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത് ചർച്ച ചെയ്യണം. ഇത്തരം സ്ഥാപനങ്ങൾക്ക്, സ്വാശ്രയ കോളേജുകൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന്, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണ, അത് ഇത്തരം സാമ്പത്തിക ചൂഷണത്തിലേക്ക് കലാശിക്കുന്നുണ്ടോ? കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. മറ്റൊന്ന്, ഈ ടോം കോളേജിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഹോസ്റ്റലിൽ, ലേഡീസ് ഹോസ്റ്റൽ ആയിക്കോട്ടെ, മെൻസ് ഹോസ്റ്റൽ ആയിക്കോട്ടെ, അതിൽ കോളേജിന്റെ ഉടമസ്ഥൻ എന്ത് കാര്യം? കോളേജിന്റെ ഉടമസ്ഥൻ നിയോഗിക്കുന്ന ആളുകൾക്ക് എന്ത് കാര്യം? അത് വിദ്യാർത്ഥികളുടെ സ്വകാര്യ കേന്ദ്രങ്ങളാണ്. അവർ പഠിക്കാൻ വേണ്ടി, അവർ താമസിക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന അവരുടെ സ്വകാര്യമായ വസതിയാണ് അത്തരം സ്ഥാപനങ്ങൾ. അവിടെ ഏത് നിമിഷവും കയറി ചെല്ലാൻ, പെൺകുട്ടികളെ അവരുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഇത്തരം ആളുകൾക്ക്, ഉടമകൾക്ക് എവിടെ നിന്നാണ് ശക്തി കിട്ടുന്നത്? ശ്രീ രോഹിത്തിനോട് ഞാൻ പറയട്ടെ, കക്ഷി രാഷ്ട്രീയത്തിന്റെ എല്ലാ തലവും മാറ്റി നിർത്താം. ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഇതുപോലുള്ള ആളുകളുമായി എന്തിനാണ് അവിഹിതമായിട്ടുള്ള ഒരു സൗഹൃദം എന്തിനാണ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നത്? ഈ സ്ഥാപനത്തിന് എങ്ങനെ അഫിലിയേഷൻ കിട്ടി? ഈ സ്ഥാപനത്തിന് അഫിലിയേഷൻ കിട്ടാനുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങളില്ല, യോഗ്യതകളില്ല. ശരി, തുടരുക ഷിജുഖാൻ. രോഹിത്, ഞാൻ മറുപടി പറയാൻ അവസരം തരാം. അതിനു മുൻപ് ഡോക്ടർ ഫസൽ ഗഫൂർ, MES ടെലിഫോൺ ലൈനിൽ. ശ്രീ ഫസൽ ഗഫൂർ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ നടന്നിട്ടുള്ള പീഡനത്തിന് സമാനമായിട്ടുള്ള പീഡനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് സംസ്ഥാനത്തെ ചില സ്വാശ്രയ കോളേജുകളിലാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് വെറുതെ ആരെങ്കിലും പറയുന്നതല്ല. ആ കോളേജുകളിലെ വിദ്യാർത്ഥികൾ തന്നെ മുഖം മറച്ചും മറയ്ക്കാതെയും ഒക്കെ പറയുകയാണ്. അവരുടെ രക്ഷിതാക്കളും പറയുന്നു. ഓപ്പറേഷൻ കുബേര മാതൃകയിൽ ഉള്ള ഒരു വലിയ നടപടി സർക്കാർ എടുക്കേണ്ട തരത്തിലേക്കുള്ള വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഈ രംഗത്ത് നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുടെ ബേസിസിൽ കേരളത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 1000-ഓളം സ്വയാശ്രയ കോളേജുകളുണ്ട്. ഈ സ്വയാശ്രയ കോളേജുകളിൽ പലതും തുടങ്ങുന്നു, അവർ ചിലത് നടന്നു പോകുന്നു, ചിലത് തനിയെ പൂട്ടുന്നു, ചിലത് അവരുടെ രീതിയിൽ നടന്നു പോകുന്നു. ഇങ്ങനെയാണ് അതിന്റെ പോക്ക്. അപ്പോൾ ഒരു കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സർക്കാരിന്റെയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഇടപെടലുള്ളത്. പിന്നെ തുടർന്നുകൊണ്ട് അവയുടെ നിയന്ത്രണങ്ങളുടെ നടത്തിപ്പിൽ വളരെ കുറവാണ്. ഈ നിയന്ത്രണങ്ങളുള്ള നടത്തിപ്പിൽ ആകെ മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജ് മാത്രമുള്ളൂ. കാരണം മെഡിക്കൽ കൗൺസിലിന്റെയും ഡെന്റൽ കൗൺസിലിന്റെയും വർഷാവർഷമായിട്ടുള്ള ഇൻസ്പെക്ഷൻ അവിടെ മാത്രമേ ഉള്ളൂ. ഈ എഞ്ചിനീയറിംഗ് കോളേജിലും ആർട്സ് കോളേജിലും പിന്നീടുള്ള ഇൻസ്പെക്ഷനുകൾ കുറെ കഴിഞ്ഞിട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഏതായാലും സർക്കാർ നിയമിച്ച കമ്മീഷൻ, ഈ കമ്മീഷനോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഒരു അക്രഡിഷൻ സിസ്റ്റം കൂടെ അവിടെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ അക്രഡിഷൻ സിസ്റ്റം അനുസരിച്ചിട്ടാണ് കോളേജുകളെ ഗ്രേഡ് ചെയ്യുകയും കോളേജുകൾക്ക് ഫണ്ടുകളും മറ്റുള്ള സൗകര്യങ്ങളും നൽകുകയും ചെയ്യുന്നത്. അപ്പൊ അത് നൽകുകയും. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ ആദ്യം തൊട്ടിട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കണം എന്നുള്ളത്. അത് ഞങ്ങളുടെ നിലപാടാണ്. അക്കാര്യത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടാവാതിരിക്കുക. അതേമാതിരി തന്നെ അരാഷ്ട്രീയവാദവും മറ്റേ മതമൗലികവാദവും പടരുന്നതായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം അവിടെ അനുവദിക്കണം. അതിനെപ്പറ്റി ഇന്നിപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ഇപ്പൊ അതിനെപ്പറ്റിയെല്ലാം വീണ്ടും ചർച്ച വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്റെ അഭിപ്രായത്തിൽ ഹൈക്കോടതി പറഞ്ഞ മതി. ഹൈക്കോടതി മുമ്പ് കുറെ എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടണം എന്ന് പറയാം. പ്രത്യേകിച്ച് റിസൾട്ട് മോശമായിട്ടുള്ളതുകൊണ്ട് അവിടെ
ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്ത അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞാൽ അത് അടച്ചുപൂട്ടുകയും ചെയ്യണം. അപ്പൊ ഇതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല ഇക്കാര്യങ്ങളിൽ. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത്. ഇക്കാര്യത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, സർക്കാർ പുതുതായി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല ഇക്കാര്യത്തിൽ ഇനി അഫിലിയേഷൻ പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് ഒരു വിദഗ്ധ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ഓംബുഡ്സ്മാനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ശരി, അത് നടക്കട്ടെ. ഈ കോളേജുകളിലൊക്കെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കൗതുകകരം. പല കോളേജുകളിൽ നിന്നും വളരെ വലിയ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. പക്ഷേ പോലീസിൽ കംപ്ലൈൻറ്റ് ഉണ്ടായാൽ പോലും അവിടെ സാധാരണ നിലക്കുണ്ടാകേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള വലിയ സമ്മർദ്ദം, രാഷ്ട്രീയമായും സാമ്പത്തികമായും വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിവുള്ള ആളുകളാണ് ഈ കോളേജുകൾ നടത്തുന്നത് എന്നുള്ളത് എന്തും നടത്താനുള്ള ലൈസൻസായി മാറിയോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള കോളേജുകളുണ്ട്. എയ്ഡഡ് കോളേജുകളുണ്ട്, ഈ സ്വയാശ്രയ കോളേജുകളുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൾച്ചർ രണ്ട് സ്ഥലത്ത് ഏകദേശം ഒരേ മാതിരിയാണ് വരുന്നത്. ഈ സ്വയാശ്രയ കോളേജുകൾ നടത്തുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ യാതൊരു പരിചയമില്ലാത്ത ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഈ കോളേജുകൾ അനുവദിച്ചതാണ് ഇതിന്റെ പിന്നിലത്തെ പ്രശ്നം. യാതൊരു പരിചയവും ഇവർക്കില്ല, ഇവർ കോളേജ് നടത്തി പരിചയമില്ല, ഇവർക്ക് അതിനുള്ള യോഗ്യതയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള, അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഈ കോളേജുകളുടെ മുകളിൽ നടപടി എടുക്കാം. അതിനെ ഡിസഫിലിയേറ്റ് ചെയ്യേണ്ട കോളേജുകളാണ് അവർ ഡിസഫിലിയേറ്റ് ചെയ്യണം. മറ്റുള്ള നടപടികളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ അഫ്സൽ, ഞാൻ ഈ ടോംസ് കോളേജിൻ്റെ ബ്രോഷറുകളും പരസ്യങ്ങളും കാണുകയുണ്ടായി. ഉയർന്ന വിജയം എന്നുള്ളതാണ് ഉന്നയിക്കുന്ന, അവകാശപ്പെടുന്ന ഒരു കാര്യം. രണ്ട്, അച്ചടക്കം. ഈ അച്ചടക്കത്തിൻ്റെ പേരിലാണ് ആരോപിക്കപ്പെടുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഈ അച്ചടക്കം ഉറപ്പാക്കാനുള്ള സിസ്റ്റം ആ കോളേജിൽ എന്താണ്? ഇവിടെ അച്ചടക്കം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചെയർമാൻ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതാണോ അച്ചടക്കം? അതോ കേൾക്കാം, പറഞ്ഞു. മൂലയ്ക്ക് മാറിയിരിക്കുന്നതാണ് അച്ചടക്കം? ഒരിക്കലുമല്ല. വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അത് ഒരിക്കലും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല. കാരണം രാത്രി പാതിരാത്രി കയറി വന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് അടങ്ങിയിരിക്കുക, ചേർന്ന് കിടക്കരുതെന്നൊക്കെ പറഞ്ഞ എവിടുത്തെ ന്യായമാണ്? അതോടൊപ്പം തന്നെ ഒരു ക്ലാസ്സിലേക്ക് വന്ന് കയറുന്ന ഒരു അധ്യാപകനോട് ഒരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതായത് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു വിദ്യാർത്ഥിനി ഒരു അധ്യാപകന്റെ അടുത്തോട്ട് ചെന്നു, സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതെനിക്കൊന്ന് ക്ലിയർ ചെയ്താണ്. അപ്പൊ പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞ്, എന്റെ ജോലി കളയരുത്, ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാൻ. എന്താണിത്? മുക്കിന് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ചെയർമാൻ അവിടെ റൂമിൽ ഇരുന്ന് കാണുകയാണ്. ഈ അധ്യാപകനും ആ വിദ്യാർത്ഥിയും തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ പോലും നാളെ അയാൾ പറഞ്ഞുണ്ടാക്കും അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അയാളെ ഡിസ്മിസ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടുത്തെ ചില അധ്യാപികമാർ പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരു അധ്യാപിക ഈ അടുത്ത കാലത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ടീച്ചർ. ഞാനൊരു ദിവസം കണ്ടതാണ്, ഞാൻ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിച്ചാണ്. ചെയർമാന്റെ ക്യാബിനിലേക്ക് ആ ടീച്ചർ കയറി പോകുന്നത് കണ്ടു. തിരിച്ചിറങ്ങി വരുന്നത് കണ്ട് കരഞ്ഞ് കണ്ണുനീര് ദേഹം മൊത്തം കണ്ണുനീരുമായിട്ടാണ് ആ ടീച്ചർ ഇറങ്ങി വന്നത്. ആ ടീച്ചർ ഈ അടുത്ത കാലത്ത് എന്റെ ഒരു സുഹൃത്തിനെ വണ്ടിയിൽ വെച്ച് കാണാനിടയായി. അപ്പൊ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ടീച്ചർ പറഞ്ഞു, അവിടെ പറ്റുന്നില്ല, ഒരു തരത്തിൽ പറ്റുന്നില്ല, അത്രത്തോളം മാനസിക പീഡനം അവിടെ നിന്ന് ലഭിക്കുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, അവിടെ അധ്യാപകർക്കും പലതരത്തിലുള്ള പീഡനങ്ങൾ ലഭിക്കേണ്ടി വരുന്നു എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ഞങ്ങൾ ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി. ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ ചെയർമാൻ അടിച്ചമർത്തുകയാണ്. ഒരാളായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി വന്നാൽ അയാളെ ക്യാബിനെ വിളിച്ചു വരുത്തും, പേരന്റിനെ വിളിക്കും. എന്നിട്ട് തേർഡ് ഇയറിലെ കുറെ വിദ്യാർത്ഥികളും ഉണ്ട് അയാളുടെ സൈഡ് പറയുന്ന, അവരെ വിളിച്ചു നിർത്തിയിട്ട് പറയും ഇവൻ മോശക്കാരനല്ലേ. അപ്പൊ അവർ തലമൂളും, അവൾ മൂളി പറയും അവൻ മോശക്കാരനാണ്. ഈ ചെയർമാൻ പറയുന്നതിനെല്ലാം തലയാട്ടാൻ വേണ്ടി 4-5 പേരെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഏതൊരു രക്ഷകർത്താവ് വന്നാലും ഈ 4-5 പേരെ പിടിച്ചു നിർത്തിയിട്ട് പറയും, ദേ ഈ ഇരിക്കുന്നവൻ ഇവൻ മോശക്കാരനല്ലയോ, ഞാൻ എന്റെ ഭാഗത്താണോ തെറ്റ്, അവന്റെ ഭാഗത്തല്ലയോ. അപ്പോൾ ആ വിദ്യാർത്ഥികളും പറയും, അതെ അവന്റെ ഭാഗത്താണ് തെറ്റ്, ചെയർമാന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഇതെവിടെ നടക്കുന്ന ന്യായമാണ്? ഈ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് നടക്കുമോ? അതാണ് പറയുന്നത്. ടോംസ് കോളേജ് മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞു ബ്രോഷറിനകത്ത് കാണിച്ചിരിക്കുന്നു അച്ചടക്കം, അതോടൊപ്പം ഒരുപാട് ബിൽഡിങ്ങിന്റെ പടമൊക്കെ കാണിക്കുന്നു. ഞാൻ ഈ ചാനലിലൂടെ തുറന്നു പറയട്ടെ, അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ ഇല്ല. നിങ്ങൾ ചാനലുകാർ വന്ന് കണ്ടാൽ അറിയാം, ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ. 2-3 വർഷക്കാലമായി ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോ വെച്ചാണ് ഇയാൾ ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നത്. ആരാണ് ഇങ്ങേർക്ക് അഫിലിയേഷൻ കൊടുത്തത്? ഏത് സർവകലാശാല അഫിലിയേഷൻ കൊടുത്തത്? ഇന്ന് ഞാൻ പറയുന്നത് കേട്ടു, KTUവിന്റെ ഒരു നിയമം വന്നു. KTU പറയുന്നു, ഞങ്ങൾ വിദ്യാർത്ഥികൾ ചാനലിലോ പുറത്തോ പ്രതികരിക്കരുതെന്ന്. എന്താണ് സാർ? എനിക്കറിയാമേ, ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമില്ലേ? അതോ ഞങ്ങൾ അടിച്ചമർത്തപ്പെടേണ്ട വർഗമാണോ?
എനിക്കറിയില്ല. ഓംബുഡ്സ്മാനെ നിർമ്മിക്കാൻ പോകുന്നു പറഞ്ഞു. ഈ ഓംബുഡ്സ്മാൻ വന്നതുകൊണ്ട് എന്താണ് മാനേജ്മെന്റുകാർ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. അതായത് അയാളെ വരെ നമുക്ക് കാശ് കൊടുത്ത് കൈമടക്കാമെന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി KTUവിന്റെ ഒരു പ്രതിനിധി വന്നിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തെ പറ്റി ടോം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ മനുഷ്യന് ഈ കോളേജിനെ പറ്റി അറിയില്ല. അയാൾ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല. അതിന്റെ ചുരുക്കാണ് അയാൾ ഇവിടെ കാണിക്കുന്നത്. അയാൾ പണ്ട് തൊട്ടേ വേശ്യക്കാരനാണ്. അത്തരത്തിൽ KTUവിന്റെ ഒരു പ്രതിനിധി ഈ അടുത്ത കാലത്ത് വന്ന ഇൻസ്പെക്ഷന് വന്ന ആ പ്രതിനിധിയെ വരെ വളരെ മോശകരമായി ചിത്രീകരിച്ച ആ ചെയർമാനെ എന്ത് ചെയ്യും? എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ സാങ്കേതിക സർവകലാശാലയോടും ഇവിടുത്തെ കേരള സർക്കാരിനോടുമാണ്. ശരി, താങ്കളുടെ വികാരം മനസ്സിലാക്കും അഫ്സൽ. തുടരുക. ശ്രീ രോഹിത്, ഇങ്ങനെ ലക്ഷണമൊത്ത ഒരു മാഫിയ സംവിധാനമായി പ്രവർത്തിക്കുകയാണ് സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജുകളെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹ്യ നിയന്ത്രണം, ഭരണപരമായ നിയന്ത്രണം അനിവാര്യമാണ്. കൂണുപോലെ സ്വാശ്രയ കോളേജുകൾ ഉണ്ടായി, എന്നിട്ട് അവർക്ക് തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന് ശ്രേയസ്കരമല്ലല്ലോ. അതുകൊണ്ട് ഏത് സർക്കാർ ഭരിക്കുന്നു, ഏത് സർക്കാർ ഭരിക്കുന്നില്ല എന്നുള്ളതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു പൊതുവായ അജണ്ട ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാകുന്നുണ്ടോ? ഈ കോളേജുകൾ തല്ലിത്തകർക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇക്കാര്യത്തിൽ പ്രശ്നം പരിഹരിക്കണമെന്ന ഇച്ഛാശക്തി ആർക്കെങ്കിലും ഉണ്ടോ? അല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. അത് പറയാൻ ഒരു മിനിറ്റ് സമയം തരണം. ഷിജു ഖാൻ ഇവിടെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം പുതുപ്പള്ളിയിലെ ഒരു കോളേജ്, അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധി, അവിടെ ഉയർന്നു വരുന്ന പ്രശ്നം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുമ്പിൽ വരും. അദ്ദേഹം ഒരു MLA എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധി ആ വിഷയത്തിൽ എവിടെ സംസാരിച്ചിട്ടുണ്ടാകും. അതിന് മറ്റൊരു നിറം കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി മാനേജ്മെന്റിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. പിന്നെ ആരാണ് മാനേജ്മെന്റിന് വിധേയം വന്നത്? പ്രിയപ്പെട്ട ഷിജു ഖാൻ ഒരു കാര്യം ചെയ്താൽ മതി, AK ബാലനോടൊന്ന് വിളിച്ചു പറയുക, നെഹ്റു ഗ്രൂപ്പിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് തന്റെ സ്വന്തം ഭാര്യയെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിട്ട് ഈ വക വലിയ വർത്താനം ഇവിടെ വന്നിരുന്ന് പറഞ്ഞാൽ മതി. നമുക്കറിയാമല്ലോ, ഈ ഗവൺമെന്റ് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്, ഇവര് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, ഫീസ് കൂട്ടിക്കൊടുത്തു. ഇപ്പൊ നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ FIR പോലും ദുർബലപ്പെടുത്തി. SFIക്കാരൻ പറഞ്ഞത് കേരളത്തിൽ നടന്നത് ജിഷ്ണുവിൻ്റെത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് SFI എല്ലാ ദിവസവും വിളിച്ചു പറയുമ്പോൾ ആ കൊലപാതക കേസാണെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നടപടികൾക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 120ഓളം വരുന്ന സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കേണ്ട, അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ശരിയാക്കേണ്ട ഒരു സാങ്കേതിക സർവകലാശാല കേരളത്തിലുണ്ട്. ആ സാങ്കേതിക സർവകലാശാലയിൽ VCയും PVCയും ഉൾപ്പെടെ ആകെ 4 പേരാണ് ആ സർവകലാശാലയ്ക്ക് ഉള്ളത്. ഒരു ജനാധിപത്യ ബോഡി, സെനറ്റിന്റെയും സിൻഡിക്കേറ്റിനെയും പോലെയുള്ള മറ്റു സർവകലാശാലകളെ പോലെ ഉള്ള ഒരു ജനാധിപത്യ വേദി, വിദ്യാർത്ഥി സംഘടനകളുള്ള ഒരു വേദി പോലും രൂപീകരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ സ്വാശ്രയ ലോബിക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ. ഉമ്മൻചാണ്ടിയാണ്, UDF ആണ്, KSU ആണ് കേരളത്തിലെ സ്വാശ്രയ ലോബിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാ ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറയുന്നു, ടോംസ് അല്ല, കേരളത്തിലെ ഏത് സ്വാശ്രയ കോളേജുകളായാലും വേണ്ടില്ല, വിദ്യാർത്ഥികൾക്ക് എതിരെയുള്ള ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കേരളത്തിന്റെ ക്യാമ്പസിനകത്ത് നടപ്പാക്കിയാൽ അതിശക്തമായി ചെറുക്കണം. അത് ചെറുക്കുമ്പോൾ ഗവൺമെന്റ് ശക്തമായി നിലപാട് സ്വീകരിക്കണം. അത് ഈ സ്വാശ്രയ ലോബിക്ക് അനുകൂലമായി ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്ന പോലെയുള്ള നടപടിയാകരുത് എന്നാണ് ഞങ്ങളുടെ. ശരി, അതാണ് KSUവിന്റെ വിമർശനം. ശ്രീ ഷിജു ഖാൻ, എന്ന് മാത്രമല്ല കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡിസംബർ 20 ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട് വൈസ് ചാൻസലറുടേത്. ആ സർക്കുലർ പ്രകാരം ഈ സ്വാശ്രയ കോളേജുകളിലെ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഫോൺ, ഇമെയിൽ, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ തുടങ്ങിയവ മുഖേന അവരുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെയോ മന്ത്രിമാരെയോ ജനപ്രതിനിധികളെയോ കേന്ദ്ര HRD മിനിസ്റ്ററെയോ സംസ്ഥാനത്തെ മാധ്യമങ്ങളെയോ ഒന്നും അറിയിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അഥവാ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അപാകത ഉണ്ട്, ഒരു പരാതി ഉണ്ട് എന്ന് തോന്നിയാൽ അവർ പ്രിൻസിപ്പാളിനെ കാണണം. പ്രിൻസിപ്പാൾ മുഖേന വഴി മാത്രമേ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റൂ എന്നാണ് യൂണിവേഴ്സിറ്റി തന്നെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ശരിയാവാനാണ്? എന്ത് മനുഷ്യാവകാശ ലംഘനവും ഒരു കോളേജിൽ നടത്തിക്കൊള്ളൂ. അങ്ങനെ കോളേജിൽ നടത്തിയാൽ അതിന് പരാതി പോലും പറയരുത് വിദ്യാർത്ഥികളെന്ന് ഇൻഡാസ് ഇറക്കിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി തന്നെ.
അത് യൂണിവേഴ്സിറ്റിക്കൊന്നും അങ്ങനെ ഒരു വിദ്യാർത്ഥി എവിടെ പരാതി കൊടുക്കണം എവിടെ പരാതി കൊടുക്കരുത് എന്നൊന്നും കൽപ്പിക്കാനുള്ള അധികാരം പിന്നെ സർവകലാശാലയ്ക്കില്ല. സർവകലാശാലയിലെ ഏത് വലിയ ആളായിരുന്നാലും ഒരു വിദ്യാർത്ഥി എവിടെ പരാതി കൊടുക്കണം എവിടെ പരാതി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഓരോ പൗരനുമാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശം വിദ്യാർത്ഥിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ സാങ്കേതിക സർവകലാശാലയിലെ പിന്നെ ഉന്നത അധികാരത്തിരിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികളുടെ പൗരസ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിലെ ഗവൺമെന്റ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാഫിയയ്ക്ക് കീഴിലാണ് എന്നൊക്കെ ശ്രീ രോഹിത് പിന്നെ പച്ചക്കള്ളമാണ് ഈ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടാൻ എൻട്രൻസിലെ 0 മാർക്ക് അനുവദിച്ചു കൊടുത്തത് ശ്രീ രോഹിത്തിന്റെ മുന്നണി UDF കേരളം ഭരിക്കുമ്പോഴാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഒന്നും മിനിമം മാർക്ക് പോലും ആവശ്യമില്ലാത്ത കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിന് അനുമതി കൊടുത്തത് ശ്രീ രോഹിത്തിന്റെ പാർട്ടി UDF കേരളം ഭരിക്കുമ്പോഴാണ് രോഹിത്തെ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ വായിൽ തോന്നുന്ന കാര്യമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ടോംസ് കോളേജുമായി ശ്രീ ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധം, അദ്ദേഹം ആ മണ്ഡലത്തിന്റെ നേതാവായതുകൊണ്ട് മാത്രമല്ല, ഈ ടോമുമായിട്ടുള്ള നിരവധി സൗഹൃദങ്ങളുടെ തെളിവുകൾ പുറത്തു വരാൻ പോവുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ തെളിവുകൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് രോഹിത്തെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി ഒരു പരിചയവും പാരമ്പര്യവും ഇല്ലാത്ത ടോംസ് കോളേജിന് എങ്ങനെ അഫിലിയേഷൻ കൊടുക്കാൻ UDFന്റെ ഗവൺമെന്റ് തയ്യാറായി? സർവകലാശാലയ്ക്ക് എന്തിനതിന്റെ പിന്നെ നിർദ്ദേശം നൽകി? കെമിക്കൽ സയൻസ് പോലുള്ള ഒരു കോഴ്സ് നിങ്ങൾ പിന്നെ അഭിലാഷ് മനസ്സിലാക്കണം, കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് കെമിക്കൽ സയൻസ്. ആ കോഴ്സ് നടത്താനുള്ള അനുമതിയാണ് ടോംസ് കോളേജിന് UDFന്റെ ശ്രീ ഉമ്മൻചാണ്ടി ഇടപെട്ട് കൊടുത്തിരിക്കുന്ന രോഹിത്തെ. അതെന്താ രോഹിത് മനസ്സിലാക്കാത്തത്? ഇനി മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ UDF ഗവൺമെന്റ് എക്കാലവും എഞ്ചിനീയറിംഗ് മാഫിയോടൊപ്പമാണ്, മെഡിക്കൽ മാഫിയോടൊപ്പമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇത്തരം കേസുകളിൽ ഒരിക്കലും ദുർബലമായ സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. പോലീസ് നടപടിയെടുക്കണം. നടപടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരു കാര്യം, KSUവിന്റെ മുൻ നേതാവായിട്ടുള്ള ശ്രീ ജോയ് ഇന്നലെ ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞല്ലോ, ടോംസ് കോളേജ് ഞങ്ങൾ പ്രതിഷേധം നടത്തുമെന്ന്. ഇതുവരെയും പ്രതിഷേധിച്ചില്ല ടോംസ് കോളേജിലേക്ക്. ഇത്ര വ്യാപകമായ പരാതി ഉയർന്നിട്ടും ടോംസ് കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥി പ്രതിഷേധം ഉയർത്താൻ KSUവിന് കഴിഞ്ഞിട്ടില്ല. അവിടെ SFIയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. അവിടെ ആ കോളേജ് പൂട്ടിയിട്ട നടപടിക്കെതിരായി ആ കോളേജിലെ വിദ്യാർത്ഥികൾ പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക്. ശരി, അത് ശരിയല്ലേ ശ്രീ രോഹിത്? SFI ആണ് ആദ്യം സമരം നടത്തിയതെന്ന് മാത്രമല്ല, ഇന്ന് രജിസ്ട്രാർ തെളിവെടുപ്പിന് നടന്നപ്പോൾ അവിടെ പെൺകുട്ടികളെ പൂട്ടിയിട്ടു എന്ന വിവരം വന്നപ്പോൾ പിന്നെയും SFIക്കാർ ചെന്നാണ് അവിടെ ആ കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ന് ABVPയുടെ സമരം ഉണ്ടായിരുന്നു. ശരിയാണ്, ഉമ്മൻചാണ്ടിക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല ഈ ടോംസിനോടെങ്കിൽ എന്തുകൊണ്ടാണ് KSUവിന് SFIയും ABVPയും നടത്തുന്ന ഒരു സമരം നടത്താത്തത്? നെഹ്റു കോളേജിനെതിരെ വലിയ സമരം നടത്തിയല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ നടത്താത്തത്? അല്ല, അത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇന്ന് കോട്ടയം KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കോളേജിലേക്ക് മാർച്ച് നടത്തിയ വാർത്ത നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഒന്നെങ്കിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം നിങ്ങൾ പ്രകടിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ടോംസ് അല്ല, കേരളത്തിലെ ഏത് സ്വാശ്രയ മാഫിയകളാണെങ്കിൽ പോലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനം ആ ക്യാമ്പസിനകത്ത് നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ടോംസിനെതിരെ ഇവർ കേസെടുക്കട്ടെ. ഇത്രയും സമയമായിട്ട് ഒരു അന്വേഷണം നടത്തുവാൻ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം പരാതി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു FIR ഇടാൻ പോലും ഈ സമയം കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇവർ ഈ സ്വാശ്രയ ലോബിക്ക് അടിമപ്പെട്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുകയും മറ്റുള്ളവരെ അല്ലെങ്കിൽ UDF ആണ് ഇതിന്റെ എല്ലാം കുഴപ്പക്കാരെന്ന് പറയുന്നതിനോടൊന്നും യോജിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ KSUവിനെ സംബന്ധിച്ച് അത് ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാൽ പോലും സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരോധ സമീപനങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കും. ഇപ്പൊ ലോ അക്കാഡമിയിൽ ഞാൻ ചോദിക്കട്ടെ, ലോ അക്കാഡമിയിൽ ഇപ്പോൾ ഒരു വലിയ സമരം നടക്കുന്നുണ്ടല്ലോ, SFI എവിടെയുള്ളത്? ആ സമരത്തിന്റെ മുഖ്യധാരയിൽ SFI ഉണ്ടോ? ലോ അക്കാഡമിയിൽ SFI മുഖ്യധാരയിൽ ഇല്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇന്ന് പത്രസമ്മേളനം നടത്തി. തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിലെ മുഴുവൻ വിദ്യാർത്ഥികളും വന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തി. അവിടെ പ്രിൻസിപ്പാളിന്റെ തോന്നിവാസം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികൾക്ക് എതിരെ അശ്ലീലമായ കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് മുഴുവൻ വിദ്യാർത്ഥികളും പറഞ്ഞു. അവിടെ വിദ്യാർത്ഥി സംഘടനകൾ ASF പോലും അവിടെ സമരരംഗത്തേക്ക് വന്നില്ലേ? KSUവിന്റെ കൂടെ ASFും MSF ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരത്ത് വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ലോ അക്കാഡമിയിൽ ഞങ്ങൾ വലിയ സമരം നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ലോ അക്കാഡമിയിൽ നിങ്ങൾ മാനേജ്മെന്റിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുക, എന്നിട്ട് മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഞങ്ങൾ സ്വാശ്രയ ലോബിക്ക് എതിരാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയ കാര്യം അറിയാത്തത് കൊണ്ടല്ല, SFIയും ABVPയും നടത്തിയ
പോലെയുള്ള സമരം, നിങ്ങൾ നെഹ്റു കോളേജിന് എതിരെ നടത്തിയതുപോലെയുള്ള സമരം, അതായത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഷയിൽ പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ സമരം നടത്താത്തതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ ഷിജു ഖാൻ ഇവിടെ സൂചിപ്പിച്ച വിഷയമുണ്ടല്ലോ, വളരെ സെലക്റ്റീവായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ലോ അക്കാദമി, ലോ കോളേജിലെ പ്രശ്നം SFI ഏറ്റെടുക്കാത്തത്? എന്തുകൊണ്ടാണ് ടോംസിനോട് സ്വീകരിക്കുന്ന നിലപാട് അവിടെ സ്വീകരിക്കാത്തത്? എന്താണ് ചെമ്പേരി വിമൽ ജ്യോതി കോളേജിനെ കുറിച്ച് ഇതേ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നല്ലോ, അവിടെ ഫൈൻ ഈടാക്കുന്നതിനെ കുറിച്ച്? ഇതുമാതിരിയുള്ള സമരം അവിടെ നടത്തില്ലല്ലോ. ഇവിടെ ടോംസ് എന്നുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ തലശ്ശേരി രൂപതയാണ് നടത്തുന്നത്, വളരെ പ്രബലമായ ഒരു സമുദായ സംഘടന. അവിടെ പേടിയുണ്ടാകും. വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ ഇക്കാര്യത്തിൽ നല്ല ആത്മാർത്ഥതയുണ്ടല്ലോ. അഭിലാഷേ, ഒരു രൂപതയോടും ഒരു മൗലവിയോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതയുള്ളവരല്ല കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോ അക്കാഡമിയിൽ രോഹിത് ഇന്നത്തെ സമരമാണ്, ലോ അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ സമരങ്ങൾ SFI ഏറ്റെടുത്തിട്ടുണ്ട്, എത്രയോ സമരങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൊല്ലത്തെ കൊല്ലത്തെ ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി വിരുദ്ധ നടപടിക്കെതിരെ സമരം ചെയ്തു. ആലപ്പുഴയിലെ ശ്രീബുദ്ധ കോളേജിലെ വിദ്യാർത്ഥി പീഡനത്തിനെതിരെ സമരം ചെയ്തു. ആലപ്പുഴയിലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിലപാടിനെതിരായി സമരം ചെയ്തു. അർച്ചന കോളേജിലെ വിദ്യാർത്ഥി നിലപാടിനെതിരെ സമരം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വിമൽ ജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട പരാതികൾക്കെതിരായി പ്രതിഷേധത്തിലാണ്. PK ദാസ് മെമ്മോറിയൽ കോളേജിലെ വിദ്യാർത്ഥി പീഡനത്തിനെതിരെ SFI പ്രതിഷേധത്തിലാണ്. ഇത് ഒരു വ്യക്തിയെയും പ്രത്യേകമായി ഒരു പ്രതിബദ്ധതയുമില്ല. കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കും വിധത്തിൽ വിദ്യാഭ്യാസ കച്ചവട ലോബിക്കും വിദ്യാഭ്യാസ പീഡന വീരന്മാർക്കുമെതിരെ ശക്തിമത്തായ പ്രതിഷേധമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തെ ശരിയായ നിലപാട് ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ സമ്പൂർണമായ കലാലയങ്ങളിൽ മാത്രമേ ജനാധിപത്യം പുലരൂ എന്ന മുദ്രാവാക്യം ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ബിന്ദു ദേവരാജ്, വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, അധ്യാപക രക്ഷകർത്തൃ സംഘടനയും ഇല്ലല്ലോ ടോംസ് കോളേജിൽ. അങ്ങനെയൊക്കെയുള്ള വേദികൾ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന വേദികൾ ഉണ്ടെങ്കിൽ, വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ, ഇത്രയും മോശമായ അവസ്ഥയിൽ ഒരു കോളേജും നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് പ്രധാനമായും പറയുക, ഇങ്ങനെയുള്ള നിലപാടുകളൊന്നും സ്വീകരിക്കരുത്, നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് വലുത്, നിങ്ങളുടെ മക്കളുടെ ഭാവി, അവരുടെ വർഷങ്ങൾ, അവരുടെ അധ്യയനം ഇതൊക്കെ നഷ്ടപ്പെടും തുടങ്ങിയ ഭീഷണിയും സമ്മർദ്ദവും എല്ലാ സമയത്തും ഉണ്ടാകുമല്ലോ. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ ഈ അധ്യാപക രക്ഷകർത്തൃ സംഘടനയും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ വേണം എന്നുള്ള അഭിപ്രായം നിങ്ങളവിടെ പ്രകടിപ്പിക്കുമോ? തീർച്ചയായും അധ്യാപക രക്ഷകർത്താ സമരങ്ങൾ നടക്കണം. അവിടെ PTA എന്നൊരു സംഭവം നടക്കുന്നേയില്ല. PTA എന്ത് പറഞ്ഞു? PTAക്ക് 2500 രൂപ ഫീസ് മേടിക്കുന്നുണ്ട്. പക്ഷെ PTA എന്നൊരു സംവിധാനം അവിടെ ഇല്ല. തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകണം തന്നെയാണ്. കാരണം ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്വേച്ഛാധിപതികളെ നിലനിർത്താൻ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായേ തീരും. അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ മാത്രമേ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കാനും ഒക്കെ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക അത്യന്താപേക്ഷിതം തന്നെയാണ്. PTA സംഘടന അത്യന്താപേക്ഷിതമായിട്ട് എല്ലാ കോളേജുകളിലും ഉണ്ടാകേണ്ടതാണ്. ഈ ടോംസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടോം സാർ പറയുന്നത് മാത്രം അഭിപ്രായത്തിനെ വരെയുള്ളൂ. അവിടുത്തെ ടീച്ചർമാർക്കോ പുതിയതായിട്ട് വരുന്ന ടീച്ചർമാരെ അവിടെ നിർത്തി ട്രെയിൻ ചെയ്തിട്ട് വീട്ടിലോട്ട് വിടുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ആ കോളേജിൽ ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പ് രൂപീകരിക്കുക തന്നെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് തീർച്ചയായും അഫ്സൽ, അവിടെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളൊന്നും അനുവദിക്കാറില്ലേ? SFIയും KSUവും ABVPയും പോട്ടെ, അതല്ലാതെയുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ, കലാപരിപാടികൾ ഇവയൊന്നും നടക്കാറില്ലേ? ഞാൻ അവിടെ നിന്ന് കേട്ട ഒരു വാർത്ത, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഇടപഴകുന്നത് മാത്രമല്ല, സഹപാഠികൾ പരസ്പരം ഇടപഴകുന്ന കാര്യത്തിലും, വിശേഷിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടപഴകുന്ന കാര്യത്തിൽ, എന്തിന് പരസ്പരം നോക്കുന്ന കാര്യത്തിൽ പോലും നിയന്ത്രണവും ഫൈനും ഉണ്ട് എന്നാണ്. ശരിയാണോ? വളരെയധികം സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് ഞാൻ നോക്കിയാൽ അതിന് നേരെ എനിക്ക് നേരെ ഒരു ക്യാമറ അവിടെ കാണും. ആ ചെയർമാൻ എന്നെ ക്യാബിനിൽ വിളിപ്പിക്കും. നിന്റെ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല, നിനക്ക് TC തന്നെ നിന്നെ നാളെ പറഞ്ഞു വിടുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എന്റെ സഹപാഠിക്ക് ഈ അനുഭവം ഉണ്ടായി. അവൻ തൃശ്ശൂർക്കാരനാണ്. അവൻ ഒരു ദിവസം ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ എന്തോ ക്ലാസ്സിലിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒന്ന് തിരിഞ്ഞു. അപ്പോൾ അവൻ പുറത്തിറങ്ങിയപ്പോൾ അവനെ വിളിപ്പിച്ചു, ക്യാബിനെ വിളിപ്പിച്ചിട്ട് നീ എന്തുവാ, നിന്റെ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ലടാ. എന്താണ് അവന്റെ ഉദ്ദേശം? സഹപാഠികളുമായി സംവദിക്കാൻ പറ്റുക, അതൊരു നല്ല കാര്യമല്ലേ? അതിലെന്താണ് തെറ്റ്?
തെറ്റെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പേപ്പർ അവിടെ ബുക്ക് എന്ന പരിപാടിയില്ല, അവിടെ പേപ്പറിൽ എഴുതുകയാണ്. ഈ പേപ്പറിൽ എഴുതിയത് ഇത് ഫയലിനകത്ത് വെക്കുകയാണ്. ഒരു പേപ്പർ അബദ്ധത്തിൽ പറഞ്ഞ വിദ്യാർത്ഥിനികളുടെ അടുത്തേക്ക് പോയാൽ അത് അവർ തിരിച്ചിങ്ങോട്ട് തന്നാൽ അവിടെ അപ്പൊ തന്നെ വിളിക്കും ചെയർമാൻ, നീ 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 ഇവിടുന്ന് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ 500 രൂപ ഫീസ് ഇതാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ 2 ദിവസം മുമ്പ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് അവിടെ കലാപരിപാടികളില്ല, മത്സരങ്ങളില്ല, KTU നിർദ്ദേശിക്കുന്ന യാതൊരുവിധ കാര്യങ്ങളുമില്ല. പിന്നെ ചെയർമാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വോളിബോൾ ആണ്. അതുകൊണ്ട് വോളിബോൾ എന്നുള്ള ഒരു ടൂർണമെന്റ് മാത്രം നടത്തും. അതും പേരിന് പുറത്തുനിന്ന് ആളെ വിളിച്ച് കളിപ്പിക്കും ടോംസ് കോളേജിന്റെ പേരിൽ. അത് ഇവിടെ അവിടുത്തെ ഉള്ളവർക്ക് ഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതാണ്. ക്ലാസ്സിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ പിന്നീട് കയറി വരുന്ന വിദ്യാർത്ഥിനികൾ, ആദ്യം വിദ്യാർത്ഥികൾ കയറി വന്ന് അവിടെ ഇരിക്കും, അതിനുശേഷം അധ്യാപകൻ കയറി വരും. അത് കഴിഞ്ഞിട്ട് ആൺകുട്ടികൾക്കകത്ത് പ്രവേശനമുള്ളൂ. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇന്റർവെൽ സമയത്ത് ഇറങ്ങി പോകുമ്പോൾ ആദ്യം ആൺകുട്ടികൾ ഇറങ്ങിപ്പോകും, പിന്നെയും കയറ്റും. അതുപോലെ തന്നെ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിന് വിദ്യാർത്ഥിനികൾ ഇറങ്ങി അവർ ഹോസ്റ്റലിൽ ചേർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആൺകുട്ടികളെ ഇറക്കി വിടുന്നുള്ളൂ. എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ കാബാലികർ വല്ലതുമാണോ? അവരെ പിടിച്ച് വിഴുങ്ങുമോ? ഞങ്ങളുടെ സഹപാഠികളാണ്, ഞങ്ങളുടെ പെങ്ങന്മാരെ പോലെ കാണുന്നവരാണ്. അവരെയും ഞങ്ങളെയും ചേർത്ത് ഇത്രയും അനാവശ്യ പരാമർശങ്ങൾ നടത്താൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.